നമ്മുടെ ഗിസേലിന് നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അതായത് ഗിസേലിൻ്റെ ആ ഒരു ബാൽജ് പോയ ശേഷം നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു ഗിസേലിൻ്റെ പേഴ്സണൽ സാധനങ്ങളെല്ലാം തിരിച്ച് കൊണ്ടുവന്ന് സ്റ്റോർ റൂമിൽ വെക്കണമെന്ന്. മേക്കപ്പ്, ഡ്രസ്സ്, ചെരുപ്പോ എന്ത് സാധനം ഉണ്ടെങ്കിലും അത് കൊണ്ടുവന്ന് തിരിച്ച് വെക്കണമെന്ന്. പക്ഷേ ഗിസേൽ അത് കേട്ടില്ല. മേക്കപ്പ് സാധനങ്ങൾ പലതും അവിടെ ഒളിപ്പിച്ച് വെച്ചു. ആദ്യമേ ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു, അത് മേടിച്ചു. പിന്നീടും വാണിംഗ് കൊടുത്തു, മേടിച്ചു. എന്നിട്ടും അവിടെ കുറേ സാധനം ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ലാലുടെ ചോദിക്കുന്നു. ഗിസേലിന് പണി കൊടുത്തു. അതായത് ഗിസേൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തിരിച്ച് കൊടുത്തു വിടും, നാട്ടിലേക്ക് കൊടുത്തു വിടാൻ പോകുകയാണെന്നാണ് പറയുന്നത്. അതിന് കൊടുത്തു വിടുമോ ചുമ്മാ പറഞ്ഞാൽ അറിയത്തില്ല. എന്തായാലും കൊടുത്തു വിടാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഗിസേലിൻ്റെ ബാഗ് ഫ്ലോറിലേക്ക് കൊണ്ടുവരുന്നു. തിരിച്ച് കൊണ്ടുപോകുവാണ് എന്നാണ് പറയുന്നത്. ഇനി കിട്ടത്തില്ല. ഇനി ബിഗ് ബോസിൽ പോകുന്നിടം വരെയും ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ്സ് മാത്രമേ ഗിസേലിന് ഇടാൻ പറ്റൂ. മാത്രമല്ല മേക്കപ്പ് സാധനങ്ങളെല്ലാം തിരിച്ച് കൊണ്ടുവയ്ക്കണം. അപ്പം ഒരു മേക്കപ്പും ഇല്ലാതെ ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കേണ്ടി വരും. കാര്യം ബിഗ് ബോസിൽ എല്ലാവർക്കും നിയമം ഒന്നാണ്. ഒരാൾക്ക് വേണ്ടി മാത്രം പ്രത്യേകിച്ച് ഒരു ആനുകൂല്യം കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. എല്ലാവരും ബിഗ് ബോസ് എന്ന ഷോയിൽ വരുമ്പോൾ എല്ലാവരും ഈക്വലാണ്. അവിടുത്തെ റൂൾസ് എല്ലാവരും പാലിക്കണം. അല്ലാതെ ഞാൻ കുറച്ച് മാറ്റി വെച്ച് ചെയ്യും അങ്ങനൊന്നുമില്ല. മാത്രമല്ല ഗിസേൽ മാത്രമല്ല, അവിടെ പല ആളുടെ കയ്യിലും ഉണ്ട് കേട്ടോ പല സാധനങ്ങളും. നമ്മുടെ ബിന്നിയുടെ കയ്യിലൊക്കെ മേക്കപ്പ് സാധനം ഇരിപ്പുണ്ട്. പക്ഷെ അതൊന്നും ആരും പറയുന്നില്ല. ഇനി ഇത് ഈ ഗിസേലിന് കിട്ടിയ വാണിംഗ് കൊണ്ട് ഇവരും കൂടെ തിരിച്ചു വെച്ചാൽ കൊള്ളാം. ബിന്നിയുടെ കയ്യിലുണ്ട്, നിവിൻ്റെ കയ്യിലുണ്ട്, അങ്ങനെ കുറച്ച് പേരുടെ കയ്യിലൊക്കെ കുറച്ച് സാധനങ്ങൾ, മേക്കപ്പ് സാധനങ്ങൾ കുറച്ച് ഇരിപ്പുണ്ട്. അപ്പം എല്ലാവർക്കും റൂൾസ് ഒരുപോലെയാണ്. ഇന്ന് ഗിസേലിന് ലാസ്റ്റ് വാണിംഗ് കൊടുത്തെങ്കിൽ ഈ ഗിസേൽ തിരിച്ച് വെച്ചിട്ട് ബാക്കി ആളുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ആളുകൾക്ക് ഇതിലും വലിയ ശിക്ഷ കൊടുക്കണം.